ചരിത്രം, പ്രകൃതി, ശാന്തത ഇവയെല്ലാം ഒന്നിച്ചുള്ള ഒരു മനോഹര സ്ഥലത്തേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത്. ടിക്കറ്റ് എടുത്ത ശേഷം വനങ്ങൾക്ക് നടുവിലൂടെയുള്ള ഈ ഒരു റോഡിലൂടെ വേണം മുന്നോട്ട് പോവാൻ. വാഹനങ്ങളിലും നിങ്ങൾക്കവിടെ എത്താനാകും. ഞാൻ വനങ്ങളുടെ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് നടന്നിട്ടാണ് പോവാൻ തീരുമാനിച്ചത്. 1 കിലോമീറ്റർ ദൂരമാണ് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ഉള്ളത്. റോഡിന്റെ സൈഡിൽ ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ഇരുന്ന് വിശ്രമിച്ച ശേഷം പതിയെ എത്തിയാൽ മതിയാവും. നിലമ്പൂർ ചന്തക്കുന്ന് സ്ഥിതി ചെയ്യുന്ന എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. നിലമ്പൂർ വനമേഖല നിങ്ങൾക്കറിയാമായിരിക്കുമല്ലേ? അതിവിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന വനമേഖലയാണ് നിലമ്പൂർ ഫോറസ്റ്റ്. 1846-50 കാലഘട്ടങ്ങളിലാണ് ബ്രിട്ടീഷുകാർ ഈ ബംഗ്ലാവ് നിർമ്മിച്ചിരിക്കുന്നത്. നിലമ്പൂർ എസ്റ്റേറ്റ് ബംഗ്ലാവ് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലമ്പൂർ മേഖലയിലെ തേക്ക് തോട്ടവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചതാണ്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ശാസ്ത്രീയമായി തേക്ക് കൃഷി ആരംഭിച്ച പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു നിലമ്പൂർ. അതിൻ്റെ ഭരണ നിരീക്ഷണ ആവശ്യങ്ങൾക്കായാണ് ഇത്തരം എസ്റ്റേറ്റ് ബംഗ്ലാവുകൾ പണിതിരിക്കുന്നത്. നിലമ്പൂരിലെ തേക്ക് തോട്ടങ്ങളുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഓഫീസർമാർ ഇവിടെ താമസിച്ചിരുന്നു. നിലമ്പൂർ എസ്റ്റേറ്റ് ബംഗ്ലാവ് മലബാറിലെ ബ്രിട്ടീഷ് ഭരണകാലത്തിന്റെ ഒരു പ്രധാന ഓർമ്മക്കുറിപ്പാണ്. 1920-ൽ നടന്ന മലബാർ കലാപ സമയത്ത് കെട്ടിടത്തിന് ചില കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പിന്നീട് 1928-ൽ ഇത് പുനർനിർമ്മിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയ ശേഷവും ഈ ബംഗ്ലാവ് വിവിധ ഉദ്യോഗസ്ഥർക്കും വനപരിചരണത്തിനായി ഔദ്യോഗിക ആവശ്യങ്ങൾക്കുമായി ഉപയോഗിച്ചിരുന്നു. 1990 വരെ ഇത് ഔദ്യോഗിക ഉപയോഗം തുടർന്നു. ആ പഴയ ശൈലി തന്നെയാണ് ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസ് ബംഗ്ലാവ് ഇപ്പോഴും നിലകൊള്ളുന്നത്. മരത്തടികൾ കൊണ്ടാണ് ഈ ഒരു ബംഗ്ലാവ് മുഴുവനായി പണിതിരിക്കുന്നത്. മരത്തിൽ തീർത്ത പഴയകാല ജനലുകൾ, വാതിലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടൂറിസ്റ്റ് സ്ഥലമായി ആളുകൾ ഇപ്പോഴും സന്ദർശിക്കാറുണ്ട്. ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങളും സ്കൈവാക്ക് പോലുള്ള വിനോദ പദ്ധതികളും സഞ്ചാരികളുടെ ഒരു ആകർഷണ ഘടകം തന്നെയാണ്. കാട്ടിലൂടെയുള്ള ആകാശപാതയാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം. കാട്ടിലൂടെ മരങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന ബ്രിഡ്ജ് ബംഗ്ലാവിന് മുമ്പിൽ നിന്നും താഴെ റോഡിലേക്ക് എത്തുന്ന വിധമാണ് സ്കൈവാക്ക് നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഈ ബംഗ്ലാവ് കുന്നിലെ സ്കൈവാക്ക് 2016-ലാണ് നിലവിൽ വന്നത്. 2016 മാർച്ചിൽ ഈ 140 മീറ്റർ ദൈർഘ്യമുള്ള സ്കൈവാക്ക് വിനോദസഞ്ചാരികൾക്ക് ഉപയോഗിക്കാനായി തുറന്നുകൊടുത്തു. പലതരം പക്ഷികളെല്ലാം ഈ സ്കൈവാക്കിലൂടെ നടക്കുമ്പോൾ കാണാൻ കഴിയും. തിങ്ങിയിട ചേർന്ന് നിൽക്കുന്ന വനങ്ങളായതുകൊണ്ട് നല്ലൊരു തണുപ്പും തണലുമാണ് അനുഭവപ്പെടുന്നത്. സ്കൈവാക്കിന്റെ ഉയരത്തിൽ നിന്നും നല്ല വ്യൂ ആണ് കാണാൻ കഴിയുക. വനങ്ങളും പ്രകൃതിയും ചരിത്രമെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യമായൊരു സ്ഥലം തന്നെയാണ് ഇവിടെ. ഒരുപാട് ദൂരത്തുള്ള കാഴ്ചകളെല്ലാം ഇവിടെ മുകളിൽ നിന്നും കാണാൻ കഴിയുന്നുണ്ട്. ഈ സ്കൈവാക്കിൽ നിന്നുകൊണ്ട് ഈ ഒരു ഭൂപ്രകൃതി ആവോളം ആസ്വദിക്കാനും കഴിയുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല നല്ല വീഡിയോകൾ വരാനിരിക്കുന്നത് കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.